സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എന്റെ പേര് ലെനീന. അപ്പോൾ PSC ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്ന മെയിൻ എക്സാം ആണ് 10th പ്രിലിംസ്. ജൂലൈ 18-നാണല്ലോ എക്സാം നടക്കാൻ പോകുന്നത്. ഈ ജൂലൈ 18-ന് നടക്കുന്ന എക്സാമിൽ വരുന്നതാണ്, മെയിൻ എക്സാമിൽ വരുന്നതാണ് ഏതൊക്കെ? ബെവ്കോ LDCയും അതേപോലെ കമ്പനി ബോർഡ് LGSഉം. അപ്പൊ ഈ രണ്ട് എക്സാമും ജൂലൈ 18-ന്റെ 10th പ്രിലിംസിൽ ഉൾപ്പെടുന്ന എക്സാംസ് ആണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കമ്പനി ബോർഡ് LGSന്റെ മെയിൻ ടോപ്പിക്സ് എടുത്തു നോക്കിയാൽ അതിൽ കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ് ധാതുക്കളും അയിരുകളും. അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുന്നേ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റിസൾട്ട് വന്നപ്പോൾ ജേതാക്കളെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ധാരാളം റിസൾട്ട് കാഴ്ചവെക്കാൻ, ഓരോ PSC കോഴ്സിനും ധാരാളം റിസൾട്ട് കാഴ്ചവെക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ PSC ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. PSC കോഴ്സുകൾക്കുള്ള മോക്ക് ടെസ്റ്റുകളും ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് ചെയ്തു നോക്കാനും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പ് ഗൂഗിൾ പ്ലേയിലും ആപ്പ് സ്റ്റോറിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കമ്പനി ബോർഡ് LGS അതേപോലെ ബെവ്കോ LD ഈ ഒരു രണ്ട് കോഴ്സുകളും ഈ 10th പ്രിലിംസിൽ വരുന്നതാണെന്ന് പറഞ്ഞു. 10th പ്രിലിംസിന്റെ സിലബസ് നോക്കിയാൽ അറിയാം, ബേസിക് സിലബസ് ആണ് അല്ലെ. PSCക്ക് ബേസ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ അറിയാം, ഏകദേശം ഒരേ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലോണം റിപ്പീറ്റ് ആയിട്ട് പഠിക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു സിലബസ് വെച്ച് കുറച്ച് സ്റ്റഡി നടത്തി പോവണം. ഓരോ സബ്ജക്റ്റും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ആ ഒരു സ്റ്റഡി നടത്തി പോവണം. അപ്പോൾ 70 ഡേ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ 70 ഡേ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഏകദേശം എല്ലാ ടോപ്പിക്സും കവർ ആവുന്ന രീതിയിൽ കമ്പനി ബോർഡ് LGSന് റാങ്ക് മേടിക്കാനായിട്ട് ഈ ഒരു 70 ഡേ ക്രാഷ് ബാച്ച് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. ജൂലൈ 18-നാണല്ലോ എക്സാം. അപ്പൊ ആ ഒരു ദിവസത്തിനുള്ളിൽ ഡെയിലി 1.5 മണിക്കൂർ 2 മണിക്കൂർ ലൈവ് ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് അവൈലബിൾ ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായി 8590202323 എന്നീ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. കമ്പനി ബോർഡ് LGSന്റെ സിലബസ് നോക്കിയാൽ അറിയാം, ധാതുക്കൾ അയിരുക്കൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആ ഒരു ടോപ്പിക്കിൽ എന്താണ് ധാതുക്കൾ എന്ന് നോക്കാം. ധാതുക്കൾ എന്ന് പറയുന്നത് പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ലോഹങ്ങളെയോ മൂലക സംയുക്തങ്ങളെയോ പൊതുവെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. ഇവയിൽ ലോഹ സംയുക്തങ്ങളും അലോഹ സംയുക്തങ്ങളും ഉൾപ്പെടുന്നു. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇമേജ് നോക്കാം. നോക്കിയേ, ഇതൊക്കെ ധാതുക്കളാണ്, ധാതുക്കൾക്ക് എക്സാമ്പിൾസ് ആണ്. ഇങ്ങനെയാണ് പ്രകൃതിയിൽ കാണുന്ന ധാതുക്കൾ. ഈ ഒരു രീതിയിലാണ്. ഇതൊക്കെ നമ്മൾ മണ്ണിനടിയിൽ നിന്നും കുഴിച്ചെടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ബോക്സൈറ്റ്, ഹേമറ്റൈറ്റ്, കോപ്പർ പൈറൈറ്റ്സ്, കലാമിൻ എന്നൊക്കെ പറയുന്ന ഈ ധാതുക്കളൊക്കെ മണ്ണിനടിയിൽ നിന്നും കുഴിച്ചെടുക്കും. ഇതിൽ നിന്നാണ് നമ്മൾ ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്നത്. ഇങ്ങനെ പ്രകൃതിദത്തമായിട്ട് കാണുന്ന ലോഹങ്ങൾ അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നമുക്ക് കിട്ടുന്ന ലോഹങ്ങൾ അടങ്ങിയ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ഇവയിൽ നിന്നാണ് നമ്മൾ ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ ധാതുക്കൾ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി ധാതുക്കളുടെ മറ്റു പ്രത്യേകത നോക്കാം. ഒരേ ലോഹം തന്നെ പലതരം ധാതുക്കളായി പ്രകൃതിയിൽ കാണപ്പെടാം. ഒരു ലോഹം തന്നെ പലതരം ധാതുക്കളായി കാണുന്നുണ്ട്. ഇവയിൽ ഏറ്റവും അനുയോജ്യമായവയിൽ നിന്നാണ് ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. ഉദാഹരണമായി അലൂമിനിയത്തിന്റെ സുലഭമായ ധാതുവാണ് കളിമണ്ണ്, ബോക്സൈറ്റ്, ക്രയോലൈറ്റ് എന്നിവ. അപ്പൊ അലൂമിനിയത്തിന്റെ 3 ധാതുക്കളുണ്ട്. അലൂമിനിയത്തിന് ഏതൊക്കെയാ? കളിമണ്ണ്, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. ഈ 3 ധാതുക്കളുടെയും കെമിക്കൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കളിമണ്ണും ബോക്സൈറ്റും ക്രയോലൈറ്റും അലൂമിനിയം കാണുന്ന ധാതുക്കളാണെങ്കിലും നമ്മൾ അലൂമിനിയത്തിനെ വേർതിരിച്ചെടുക്കാനായി, അലൂമിനിയത്തിനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ബോക്സൈറ്റ് മാത്രമാണ്. ബോക്സൈറ്റ് മാത്രമാണ് അലൂമിനിയത്തിനെ വേർതിരിച്ചെടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ എന്നാൽ ഇവയിൽ ബോക്സൈറ്റ് എന്ന ധാതുവാണ് അലൂമിനിയം ഉൽപ്പാദിപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നത്. അപ്പൊ അലൂമിനിയം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ബോക്സൈറ്റ് എന്ന ധാതുവാണ്, ബോക്സൈറ്റ്. ബാക്കി 2 ധാതുക്കൾ ഏതൊക്കെ? കളിമണ്ണും ക്രയോലൈറ്റും നമ്മൾ അലൂമിനിയം ഉൽപ്പാദിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ. അപ്പൊ ഒരു മെറ്റൽ തന്നെ, ഒരു ലോഹം തന്നെ ധാരാളം ധാതുക്കളിൽ കാണാം. പക്ഷെ എല്ലാ ധാതുക്കളും നമ്മൾ ആ മെറ്റലിനെ വേർതിരിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിൽ ചില ധാതുക്കൾ മാത്രമേ നമ്മൾ മെറ്റൽ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഒരു ലോഹം, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, റീസൺ ആണ് കൊടുത്തിരിക്കുന്നത്.
ഒരു ലോഹം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ധാതുവിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ എടുക്കുന്ന ധാതു, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഈ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ധാതുവിൽ നിന്നും ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ, സുലഭമായിരിക്കണം. ലോഹം എപ്പോഴും ആ ധാതുവിൽ, ഇപ്പൊ ക്രയോലൈറ്റ്, ബോക്സൈറ്റ് എന്നീ ധാതുക്കൾ ഉണ്ടെങ്കിൽ ബോക്സൈറ്റിൽ ധാരാളം അലൂമിനിയം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അലൂമിനിയത്തെ ബോക്സൈറ്റിൽ നിന്നും എടുക്കുന്നത്. അപ്പോ സുലഭമായിരിക്കണം എന്നാണ്, ലോഹം അതിൽ സുലഭമായിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ്, എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നവയാകണം. നമുക്ക് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കണം. വലിയ പ്രോസസ് ഒക്കെ എന്ന് പറയുന്നത് ധാരാളം പൈസ നഷ്ടമുള്ള പരിപാടിയായിരിക്കും. അപ്പൊ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കണം ആ ഒരു ധാതു. അപ്പൊ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നവയാകണം. ലോഹാംശം കൂടുതൽ ഉണ്ടാവണം. ലോഹാംശവും അതിൽ കൂടുതൽ ഉണ്ടായിരിക്കണം അല്ലെ. ഈ ധാതു സുലഭമായിരിക്കണം. അതേപോലെ അതിലുള്ള ലോഹം, ധാതുവിൽ അടങ്ങിയിരിക്കുന്ന ലോഹത്തിന്റെ അംശവും കൂടുതൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഉൽപാദന ചെലവ് കുറഞ്ഞിരിക്കണം. ഉൽപാദന ചെലവ്, ഒരു ലോഹം നമ്മൾ വേർതിരിച്ചെടുക്കാൻ ആവശ്യമായ ചെലവ് വളരെ കുറഞ്ഞിരിക്കണം. ധാതുവിൽ നിന്നും ലോഹത്തെ വേർതിരിച്ചെടുക്കാനുള്ള എന്തൊക്കെയാണ് ധാതുവിന്റെ പ്രത്യേകത എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് അയിരുകൾ എന്നാണ്. അയിരുകൾ എന്ന് വെച്ചാൽ ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് അതിനെ ആ ലോഹത്തിന്റെ അയിരെന്ന് വിളിക്കാം. അപ്പൊ ധാരാളം ധാതുക്കൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പൊ അലൂമിനിയം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ ഏതൊക്കെയാണ് ധാതുക്കൾ ബോക്സൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്, കളിമണ്ണുണ്ട്. ഇത് മൂന്നും ധാതുക്കളാണ്. അപ്പൊ ഇതിൽ നിന്നൊന്നും അലൂമിനിയത്തെ വേർതിരിച്ചെടുക്കുന്നില്ല. അലൂമിനിയത്തെ വേർതിരിച്ചെടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബോക്സൈറ്റ് മാത്രമാണ്. അപ്പൊ അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണെന്ന് പറയാം. കാരണം ബോക്സൈറ്റിൽ നിന്നാണ് എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും എളുപ്പത്തിലും അലൂമിനിയത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് ബോക്സൈറ്റിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് അലൂമിനിയത്തിന്റെ 3 ധാതുക്കളിൽ ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിന്റെ അയിര് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ധാതുക്കൾ കുറെ ഉണ്ടായാലും, ഒരു ലോഹത്തിന് കുറെ ധാതുക്കൾ ഉണ്ടായാലും എല്ലാ ധാതുക്കളും അയിരുകളാവണമെന്നില്ല. പക്ഷേ എല്ലാ അയിരുകളും ധാതുക്കളായിരിക്കും. കാരണം ധാതുവിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. അങ്ങനെ വേർതിരിച്ചെടുക്കാൻ യൂസ് ചെയ്യുന്ന ധാതുവിനെ നമ്മൾ അയിരെന്ന് വിളിക്കുന്നത്. അപ്പൊ അയിരുകളൊക്കെ ഏതാണെങ്കിലും ധാതുക്കളായിരിക്കും. പക്ഷെ എല്ലാ ധാതുക്കളും അയിരുകളാണെന്ന് പറയില്ല. അതാണ് അവിടെ കീ പോയിന്റ് ആണ്, ഓർത്തു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ധാരാളം എക്സാമിന് LGS ആണെങ്കിലും 10th പ്രിലിംസ് അങ്ങനെയുള്ള എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പ്രീവിയസ് ഇയർ ചോദിച്ചതാണ്. LGSലും 10th പ്രിലിംസിലും ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എല്ലാ ധാതുക്കളും അയിരുകളാണ്. എല്ലാ അയിരുകളും ധാതുക്കളല്ല. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ധാതുക്കൾ എപ്പോഴും അവയുടെ ശുദ്ധമായ രൂപത്തിൽ കാണപ്പെടുന്നു. അയിരുകൾ എപ്പോഴും ലോഹമല്ല. അപ്പൊ ഇതിൽ ഏതാണ് ശരി? എല്ലാ ധാതുക്കളും അയിരുകളാണ് എന്നുള്ളത് തെറ്റാണ് അല്ലെ. എല്ലാ അയിരുകളും ധാതുക്കളാണെന്നാണ് ശരി. അപ്പൊ ഇത് തെറ്റാണ്. ഓപ്ഷൻ എ തെറ്റാണ്. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ ബി ശരിയാണ്. അയിരുകളിൽ നല്ല സാന്ദ്രതയിൽ ലോഹം അടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റൂ. ഓപ്ഷൻ ബി ശരിയാണ്. സി, ധാതുക്കൾ എപ്പോഴും അവയുടെ ശുദ്ധമായ രൂപത്തിൽ കാണപ്പെടുന്നു. ധാതുക്കൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ശുദ്ധമായ രൂപത്തിലാണോ? അല്ല, സംയുക്തങ്ങളുടെ രൂപത്തിലാണ് ധാതുക്കളെ കാണുന്നത്. മെറ്റൽസ് അല്ലെങ്കിൽ നോൺ മെറ്റൽസ്, ലോഹങ്ങളോ അലോഹങ്ങളോ സംയുക്തങ്ങളുടെ രൂപത്തിലാണ് ധാതുക്കൾ കാണപ്പെടുന്നത്. അപ്പൊ ഓപ്ഷൻ സിയും തെറ്റാണ്. ഇനി അയിരുകൾ എപ്പോഴും ലോഹമല്ല, ഓപ്ഷൻ ഡിയും തെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ ബി ആണ്. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. അപ്പൊ ഇത് നമുക്ക് ആദ്യം തന്നെ ഒഴിവാക്കാം. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി എല്ലാ ധാതുക്കളും അയിരാണോ? അല്ല, ഒന്നാമത്തതും തെറ്റാണ്. ഇനി എല്ലാ അയിരുകളും ധാതുക്കളാണ്. ഓപ്ഷൻ രണ്ടാമത്തെ പോയിന്റ് ആണല്ലേ ശരി. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അപ്പൊ മുകളിലെ പ്രസ്താവനകളിൽ 2 മാത്രം ശരി, 2 മാത്രം തെറ്റ്, 1, 2 ശരി, എല്ലാം ശരിയാണ്. ഏതാണ് ആൻസർ വരിക? 2 മാത്രം ശരി എന്നുള്ള ഓപ്ഷൻ എ ആണല്ലേ കറക്റ്റ് ആൻസർ. 2 മാത്രം ശരിയാണ് ആൻസർ ആയിട്ട് വരുന്നത്.
അപ്പോ ഇതും ധാതുക്കളുടെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നോക്കാം. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്, അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഒന്നാമത്തത് എല്ലാ ധാതുക്കളും അയിരുകളാണ്. ശരിയാണോ? ഫസ്റ്റ് പോയിന്റ് എല്ലാ ധാതുക്കളും അയിരുകളാണ്. അത് തെറ്റാണ് അല്ലേ? ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കും. ധാതുവിൽ ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കും. അത് ശരിയാണ്. എളുപ്പത്തിലും അയിരായി പരിഗണിക്കുന്നത്, ധാതുവിനെ അയിരായി പരിഗണിക്കുമ്പോൾ അയിരിൽ ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കും. ഇനി എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. അതും ശരിയല്ലേ? ഇപ്പൊ 2ഉം 3ഉം ശരിയാണ് എന്നതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2 and 3 മാത്രം ശരിയാണ്. 2ഉം 3ഉം ശരിയാണെന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? അപ്പൊ ഓരോ ലോഹവും ആ ലോഹത്തിന്റെ അയിരുകളെ കുറിച്ചും പഠിച്ചിരിക്കണം. അയിരിന്റെ പേര് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? അലൂമിനിയം, സിങ്ക്, ഇരുമ്പ്, കോപ്പർ. സിങ്കിന്റെ അയിരാണ് കലാമിൻ. സിങ്ക് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ. അപ്പൊ നമുക്ക് മറ്റു ചില ലോഹങ്ങളും അയിരുകളും നോക്കാം. ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഈ ഫോർമുലാസും ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നിവയാണ് ഇരുമ്പിന്റെ അയിര്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഹേമറ്റൈറ്റ് ആണെങ്കിൽ Fe2O3 ആണ്. മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ Fe3O4 ആണ്. Fe3O4. ഇനി കോപ്പറിന്റെ അയിരുകളാണ് കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്സ് എന്നിവ. 3ഉം കോപ്പറിന്റെ അയിരുകളാണ്. കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ് എന്നിവ കോപ്പറിന്റെ അയിരുകളാണ്. ഇപ്പൊ CuFeS2, കോപ്പർ പൈറൈറ്റ് CuFeS2, കോപ്പർ ഗ്ലാൻസ് Cu2S, കുപ്രൈറ്റ് Cu2O. ഇത്രയാണ് കോപ്പറിന്റെ അയിരുകളായിട്ട് വരുന്നത്. CuFeS2 കോപ്പർ പൈറൈറ്റ്സ് ആണ്. കോപ്പർ ഗ്ലാൻസ് Cu2S ആണ്. കോപ്പറിന്റെ സൾഫൈഡ് അയിരാണ് കോപ്പർ ഗ്ലാൻസ് Cu2S. ഇനി കുപ്രൈറ്റ്, കോപ്പറിന്റെ ഓക്സൈഡ് അയിരാണ് കുപ്രൈറ്റ് Cu2O. അടുത്തതായിട്ട് സിങ്കിന്റെ അയിരാണ് സിങ്ക് ബ്ലെൻഡും കലാമിനും. സിങ്ക് ബ്ലെൻഡ് ZnS ആണ്. കലാമിൻ ZnCO3. സിങ്ക് കാർബണേറ്റ് ആണ്. സിങ്കിന്റെ കാർബണേറ്റ് അയിരാണ് കലാമിൻ. സൾഫൈഡ് അയിരാണ് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിങ്ക് ബ്ലെൻഡ് ഒക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഈ ZnS കലാമിൻ എന്ന് പറയുന്നത്, കലാമിന്റെ ഫോർമുല എന്തെന്നൊക്കെ ചോദിക്കാം. ZnCO3 ആണ്. ZnCO3 സിങ്ക് കാർബണേറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ടിൻ ആണെങ്കിൽ കാസിറ്ററൈറ്റ് അല്ലെങ്കിൽ ടിൻ സ്റ്റോൺ ആണ്. ടിന്നിന്റെ അയിരാണ് കാസിറ്ററൈറ്റ് അല്ലെങ്കിൽ ടിൻ സ്റ്റോൺ. SnO2 ആണ് അതിന്റെ ഫോർമുല, SnO2. അപ്പൊ ഇത്രയാണ് അയിരുകളും ഫോർമുലാസും രാസസൂത്രവും പറയാനുള്ളത്. അപ്പോ മുൻവർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഏതൊക്കെയാണ് ഇരുമ്പിന്റെ അയിര്? ബോക്സൈറ്റ്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, സിങ്ക് ബ്ലെൻഡ്, ബോക്സൈറ്റ്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ് ഇരുമ്പിന്റെ അയിരുകളായിട്ട് വരുന്നത്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിന്റെ അയിരുകളാണ്. ഓക്കെ, അപ്പോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ. താഴെ പറയുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്കറിയാം, അയിരിൽ നിന്നും ലോഹം വേർതിരിച്ചെടുക്കാൻ പലതരം പ്രക്രിയയിലൂടെയാണ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. സാന്ദ്രീകരണം എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. ഫസ്റ്റ് സാന്ദ്രണ രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അയിരിൽ നിന്നും ലോഹം വേർതിരിച്ചെടുക്കാനുള്ള പല പ്രക്രിയകളിൽ സിങ്കിന്റെ അയിര് എങ്ങനെയാണ്, താഴെ പറയുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ചൂടാക്കി ലോഹം വേർതിരിക്കുന്നത്, ചൂടാക്കിയാൽ മാത്രം മതി, ശക്തമായി ചൂടാക്കിയാൽ മാത്രം നമുക്ക് ലോഹത്തെ വേർതിരിച്ച് കിട്ടും. അത് ഏത് അയിരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഡോളമൈറ്റ്, കലാമിൻ, സിന്നബാർ, ബോക്സൈറ്റ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സിന്നബാർ ആണ്. സിന്നബാർ എന്ന് പറയുന്നത് മെർക്കുറിയുടെ അയിരാണ്. മെർക്കുറി. അപ്പൊ മെർക്കുറിയുടെ അയിരിനെയാണ് നമുക്ക്, സിന്നബാറിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. മെർക്കുറിയുടെ അയിരായ സിന്നബാറിനെ ചൂടാക്കി ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആണ് അല്ലെ? ഈ ഏതാണ് അയിരിന്റെ പേര് റിപ്പീറ്റ് ആണ്. അതേപോലെ ധാതുക്കളുടെ സവിശേഷത അതും റിപ്പീറ്റ് ആണ്. അപ്പോ CC കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ
കമ്പനി ബോർഡ് LGS അല്ലെങ്കിൽ ബെവ്കോ LD രണ്ടും വരുന്ന 10th പ്രിലിംസിന് 70 ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്രാഷ് ബാച്ചിന്റെ പ്രോസസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പിന്നീട് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടും കാണാൻ പറ്റും. കൂടാതെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ക്രാഷ് ബാച്ചിൽ കൃത്യമായി നമ്മൾ സിലബസ് ബേസ് ചെയ്ത് PYQs വെച്ചിട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഗുണമുണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് ക്ലാസ് ഒക്കെ കേട്ടാൽ 100% നമുക്ക് ഗുണമുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. കാരണം ഇനി നമുക്ക് മുന്നിൽ എക്സാമിന് ആകെ 2 മാസമേ ഉള്ളൂ. ഒരു 2-2.5 മാസമാണ് മുന്നിലുള്ളത്. അപ്പൊ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിയാല് ഇപ്പൊ തന്നെ ക്രാഷ് ബാച്ചിനൊക്കെ ജോയിൻ ചെയ്ത് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിയാൽ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിലുള്ള 10th പ്രിലിംസ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഈ ഒരു ക്രാഷ് ബാച്ചിലേക്ക്. അപ്പൊ ജൂലൈ 18 എക്സാം. പ്രിപ്പറേഷൻ എല്ലാവരും നടത്തുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ പ്രിപ്പറേഷൻ തുടരുക, ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇപ്പൊ ജോയിൻ ചെയ്യാനായി 8590202323 എന്നീ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്